നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. മാത്രമല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചോറ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് ചോറ്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ബാക്കി വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ചോറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വട ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ നല്ല പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ മിക്സിഡ് ജാറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ ചെറിയ ജാറാണ് എടുക്കുന്നതെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ല മഷി പോലെ നമ്മളിത് അരച്ചെടുക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് വെന്ത ചോറാണെങ്കിൽ ചിലപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചോറിന് വേവ് കുറവാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരണം കേട്ടോ. ഒട്ടും വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ ചോറ് ഞാൻ നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിന് വേണം അരച്ച് കൊണ്ടുവരാൻ. വെള്ളം ഒരുപാട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവാളയും അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ഞാൻ നീളത്തിൽ എരിഞ്ഞതാണ് എടുത്തത്. അപ്പോൾ സവാള കുറച്ച് കൂടുതലിരുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വടയ്ക്ക്. അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 വലിയ പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ കനം കുറച്ച് അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേപ്പിലേക്ക് പകരമായിട്ട് മല്ലിയില ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, കാരണം നമ്മുടെ വടയ്ക്ക് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു മാത്രം മതി. അതേപോലെ തന്നെ ഒരു നുള്ള് കാശ്മീരി മുളക് പൊടിയാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ചോറുണ്ടല്ലോ, അത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല പോലെ നമുക്ക് സവാളയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് നല്ല പോലെ ഇപ്പം ഇനി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ നമുക്ക് ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരുപാട് അരിപ്പൊടി ആയാൽ ഹാർഡായി പോവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടി അതല്ലെങ്കിൽ വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്കറിയാമല്ലോ വടയുടെ പരുവെന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിലിങ്ങനെ അധികം മുട്ടിപ്പിടിക്കാതെ അതേപോലെ ഒരുപാട് ഹാർഡായി പോകാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചോറ് വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഹൽവ ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ നല്ലപോലെ ഈ ഒരു പരുവത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ 3 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറ് അരയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളം കൂടുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം കൂടുന്നതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ വട അത്ര ടേസ്റ്റായിട്ട് കിട്ടില്ല, ഭയങ്കര ഹാർഡായി പോകാനും സാധ്യതയുണ്ട്. ഈ വട എന്ന് പറയുന്നത് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൂടി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം.
ഇപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ ഷേപ്പ് നമ്മുടെ വടയൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഉള്ളം കയ്യിൽ ഇങ്ങനെ തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു കുറച്ച് പോർഷൻ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വടയുടെ വലിപ്പം വേണം അതിനനുസരിച്ച് നിങ്ങൾ മാവ് ഉണ്ടുരുട്ടി എടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടുരുട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളത്തിൽ മുക്കി എടുക്കുന്നുണ്ട് കൈ. എന്നിട്ട് ഇതേപോലെ അങ്ങ് സൈഡിലൊക്കെ നമ്മൾ ലെവലായിട്ട് നമ്മൾ നല്ല ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഒന്ന് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ലെവലാക്കി കൊടുത്തതിന് ശേഷം മുകളിൽ പതുക്കെ പ്രസ് ചെയ്താൽ മതി, ഒരുപാട് വേണ്ട. എന്നിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് തുളയിട്ട് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഒരുപാട് നമ്മൾ മുകളിൽ പ്രസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ആ വീർത്ത് കിട്ടുന്ന ഷേപ്പ് ഉണ്ടല്ലോ അത് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം നടുവിൽ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. ഇനി വേറൊരു രീതിയുണ്ട്, ഒരു ഈസി മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കയ്യിലെടുക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ വെള്ളം ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മാവിൻ്റെ പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഉണ്ടുരുട്ടിയിട്ട്. അപ്പോൾ എന്തോരം വലിപ്പം വേണം അതിനനുസരിച്ച് നിങ്ങൾ ഗോൾസായിട്ട് എടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയാലും മതി. ഇത് ഇങ്ങനെയും ഉണ്ടാക്കാം, അതല്ല മറ്റേ പാടും കൈ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ കയ്യിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കയ്യിൽ എണ്ണ തെറിക്കുന്നൊക്കെ ഉള്ള ഒരു പേടിയും വേണ്ട. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇതാ ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ കയ്യിലിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ വടയുണ്ടല്ലോ അതിങ്ങനെ നല്ല ചൂടുള്ള ഓയിലിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ചൂടിലിരിക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്കിത് ഇപ്പോൾ വിട്ട് കിട്ടുന്ന കണ്ടില്ലേ, നമുക്കിതേപോലെയും ചെയ്യാം. അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് നിങ്ങളുടെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൈമേക്ക് എണ്ണ തെറിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട, ടെൻഷനില്ലാതെ നമുക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരയ്ക്കും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വട നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതേ ഇതേപോലെ ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഒരും കൂടി ചെയ്യുന്നതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലേക്ക് വെള്ളം ഇങ്ങനെ നടുക്കത്തേക്ക് ഉള്ളം കൈയിലേക്ക് കുറച്ച് വെള്ളം തടവി കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ല, എന്നിട്ട് ഇങ്ങനെ തുളയിടാം. എന്നിട്ട് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാവ് ഇങ്ങനെ ആദ്യമേ റെഡിയാക്കി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട് നേരെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതേപോലെ ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരയ്ക്കും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി എല്ലാവരും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാ വടയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ് പുറമെ, അതേപോലെ തന്നെ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ. നമ്മൾ സവാളയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ആയാലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ചോറാണെന്ന് മനസ്സിലാവത്തേ ഇല്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള ഒന്നാണ് ചോറ്. അപ്പോൾ അത് ബാക്കിയൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട്
വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണാം. അപ്പോൾ അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.